vtube ചാനൽ. ഇന്നിതാ അടിപൊളി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ അധികം ചിലവൊന്നുമില്ല. ഒറ്റയൊരു ഉരുളക്കിഴങ്ങ്, ഒരു പൊട്ടറ്റോ ആണ് ഇതിനെടുത്തത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റും തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് അധികം ചിലവൊന്നുമില്ല. നമുക്കാകെ വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് മൈദപ്പൊടി, ഇത് വറുത്തെടുക്കാനുള്ള എണ്ണ. അപ്പോൾ എങ്ങനെയാണ് ഈ എമ്മി പലഹാരം ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലോ. ഇതാ നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ ഞാനൊരു ഉരുളക്കിഴങ്ങ് നന്നാക്കി വെള്ളത്തിലിട്ട് വെച്ചാൽ. നന്നാക്കി എപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അത് കറുത്തു പോകും. മുറിച്ചിട്ടും അതുപോലെ തന്നെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്യുക കേട്ടോ. ഇത് നമുക്ക് അവസാനം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ കുത്തനെ കണ്ടോ ഇങ്ങനെ വെക്കുക നമ്മൾ. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഒരു വിരലിനേക്കാളും ചെറിയ കഷ്ണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനെല്ലാം കട്ട് ചെയ്യില്ലേ, അതുപോലെ ആ തിക്നെസ് അതിനേക്കാൾ കുറച്ചുകൂടെ കേട്ടോ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത പീസിനെ വീണ്ടും കുറച്ച് ചെറുതാക്കണം. അതായത് നമ്മുടെ ഒരു വിരലിൻ്റെ സൈസ്. കട്ട് ചെയ്തതെല്ലാം നമ്മൾ അപ്പം തന്നെ വെള്ളത്തിലിടണം കേട്ടോ. ഇപ്പം എല്ലാം കട്ട് ചെയ്തു ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ച്. കട്ട് ചെയ്ത കഷ്ണം നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. എന്നിട്ട് മറ്റൊരു പാത്രത്തിൽ വെള്ളം ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കഴുകിയെടുക്കുക. ഇനി ഇത് നമ്മൾ വെള്ളം വാരാൻ വെക്കണേ. ഇതിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മളൊരു സ്റ്റെയിനറിലേക്ക് ഊറ്റിയിടുക. ഇനി വെള്ളം വരാൻ വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലിടുക കേട്ടോ. വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഒരു ബൗളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളതിൽ ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അത്ര തന്നെ മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പോലെ ചിക്കൻ മസാല. ഇത്ര ഇട്ടിട്ട് ഒന്നിതിനെ ഇങ്ങനെ പുരട്ടുക. ഇതിൻ്റെ മേലെ ഒന്ന് എല്ലായിടത്തുനിന്ന് പിടിക്കട്ടെ മസാല. ഇപ്പം എല്ലാം നല്ല പോലെ പുരട്ടിയിട്ടുണ്ട് മസാല. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണാണ് അരിപ്പൊടിയാണ്. ഇവിടെ തന്നെ വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ്. അപ്പോൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ബാക്കി അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് മൈദയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക മതിയോന്ന്. ഇത് നല്ല പോലെ ഈ പൗഡർ ഇതിൻ്റെ മേലെ കോട്ടാവണം. നമ്മൾ ആദ്യം മസാല ഇട്ടത് കേട്ടോ. എന്തിനാ അറിയാം, മസാല ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ പിടിക്കാൻ. 1 സ്പൂൺ വെള്ളം ഒന്നും കൂടി ഒഴിക്കാം നമുക്ക് കേട്ടോ. ഇനി നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മാവെല്ലാം ഇതിൻ്റെ മേലെ പിടിക്കും. ഇപ്പം ഇത്രയുണ്ട് ഇതിൻ്റെ മാവ്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 4 ടീസ്പൂൺ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്തു കേട്ടോ. നിങ്ങൾ മാവ് ഇടുന്നതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ഇത്രയും ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ഇപ്പം മാവെല്ലാം ഇതിൻ്റെ മേലെ പിടിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വെളിച്ചെണ്ണയിലിടണം കേട്ടോ. അപ്പം നല്ല കോട്ടിങ് ആയിട്ടില്ലേ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ആ സമയം നമ്മൾ ഇതെടുത്ത് ഓരോന്നിട്ട് വെക്കുക. പിന്നെ ഒന്ന് കുറയ്ക്കുക കേട്ടോ, സിമ്മാക്കുക. പിന്നെ ഇത് സിമ്മിൽ കിടന്നാണ് വേവേണ്ടത്. ഇടുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിലുണ്ടായാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ഇത്രയും മതി കേട്ടോ. അത് റെഡി ആവട്ടെ. ഇട്ട ഉടനെ പിന്നെ ഇളക്കാൻ പാടില്ല കേട്ടോ. എന്താ പറയുക, അതിൻ്റെ കോട്ടിംഗ് എല്ലാം പോയി പോകും.
ഒന്നത് മൂക്കട്ടെ, എന്നിട്ട് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇതാ കുറച്ചെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മാവെല്ലാം അതിൻ്റെ മേലെ പിടിച്ചു. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 3/4 വേവാകുമ്പം കോരിയെടുക്കുക. എന്നിട്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം ഒന്നുകൂടെ എണ്ണയിലിട്ട് വറുത്ത് കോരുക. അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഒന്നാമത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലല്ലേ എനിക്കൊരു സപ്പോർട്ട്. അപ്പോൾ ഇനി ബാക്കി മുഴുവൻ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. കുറച്ചുള്ളെങ്കിലും കുറച്ച് ഓരോരോ ട്രിപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് തണുത്ത് പോകും. അപ്പോൾ ഇതാ എല്ലാം നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ. കുറച്ച് ഫ്ലെയിം കൂട്ടി തന്നെ കൊടുക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ വറുത്ത് കോരിയെടുക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല യമ്മിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ യമ്മി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി അല്ലേ, ശബ്ദം കേട്ടാൽ തന്നെ അറിയാലോ. ഇതാ നമ്മുടെ ക്രിസ്പി യമ്മി ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്ര നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.